24ാം പാർട്ടി കോൺഗ്രസ്സിന് മധുരയ്ക്ക് പോയ കമല വിജയനും അതുപോലെ മകൾ വീണ തൈക്കണ്ടിയും പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മധുരയിൽ നിന്ന് മുങ്ങി തഞ്ചാവൂരെത്തി അവിടുത്തെ പ്രസിദ്ധമായ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി എന്നൊരു വാർത്ത ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അടിച്ചുവിടുന്നുണ്ട്. ഏതോ ഒരു യൂട്യൂബർ ഇവരെ അവിടെ വെച്ച് കാണുകയും ഈ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പുറത്തു വരുന്നതിൻ്റെ വിഷ്വൽസ് എടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം തിരുവനന്തപുരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വീണയാകട്ടെ കമലയിടത്തി ആവട്ടെ ദർശനം നടന്നത് നമ്മൾ കണ്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രവും വലിയ നിധിശേഖരവും ഒക്കെ അവിടെ ഉണ്ട്. അത്രയും സമ്പന്നനായ പത്മനാഭസ്വാമിയെ പോലും അങ്ങോട്ട് പോയി തൊഴാത്തവരാണ് ഈ കമലയിടത്തിയും മകളും. അതുപോലെ തന്നെ ആറ്റുകാല അമ്മച്ചി ഇപ്പുറത്തുമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പൊങ്കാലയിടുന്ന സ്ഥലമാണ്. സിനിമാ നടികൾ മുതൽക്ക് രാഷ്ട്രീയ നേതാക്കൾ വരെ വരും. ഇത്തവണ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ മകളും സഹോദരിയും ഒക്കെ അവിടെ പൊങ്കാലയിടുന്ന കണ്ടു. മഹിളാ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഉണ്ടായിരുന്നു. മറ്റേ വനിതാ മോർച്ചക്കാരുടെ കാര്യം പറയേണ്ടതില്ല. സിനിമാ നടികൾ, സീരിയൽ നടികൾ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ അടുപ്പ് കൂട്ടി പൊങ്കാലയിടുന്ന സ്ഥലമാണ് ആറ്റുകാൽ. അപ്പോൾ ക്ലിഫ് ഹൗസിൽ പോലും വീണക്കുട്ടി പൊങ്കാലയിട്ടായിട്ട് നമുക്കറിയില്ല. കമലയിടത്തിയും പൊങ്കാലയിടാറില്ല. ആറ്റുകാൽ അമ്പലത്തിലെ കാര്യം ഇതാണെങ്കിൽ അപ്പുറത്ത് മറ്റേ ഗണപതി കോവിലുണ്ട്. അവിടെ പോയി നാളികേര ഉടച്ചായിട്ട് കേട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരോ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ ദർശനം നടത്താത്ത ഈ അമ്മയും മകളും എന്തുകൊണ്ട് തഞ്ചാവൂർ പോയി ദർശനം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ പാർട്ടിക്കാരൻ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകാൻ പാടില്ല എന്ന് വിലക്കുണ്ട്. അതേ സമയത്ത് പാർട്ടിക്കാരുടെ ഭാര്യമാർക്കോ പെൺമക്കൾക്കോ ഇങ്ങനെ യാതൊരു വിലക്കില്ല. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളാഞ്ചേരിക്കടുത്ത് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയി പൂമൂടൽ ചടങ്ങ് നടത്തിയത്. ശത്രു സംഹാരത്തിനാണ് പൂമൂടൽ എന്ന് അന്നാണ് നമ്മളൊക്കെ അറിഞ്ഞത്. പൂമൂടൽ അവിടെ പണ്ടേ ഉണ്ട്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി പൂമൂടൽ നടത്തിയപ്പോൾ അത് വലിയ ചരിത്ര വാർത്തയായിട്ട് മാറി. അതുപോലെ തന്നെ കോടിയേരിയുടെ മൂത്ത മകൻ ബിനോയ് ഇവിടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജ നടത്തി. സ്വന്തം പേരിൽ ആ ചീട്ടാക്കിയിട്ടാണ് അത് ചെയ്തത്. കാടാമ്പുഴയുടെ കാര്യത്തിൽ പിന്നെ ഇവർ നിഷേധിച്ചു. മറ്റാരോ ആണ്, വേറൊരു വിനോദിനിയാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കാടാമ്പുഴ ക്ഷേത്രത്തിൽ ആ പൂമൂടൽ നടത്തി. അത് കഴിഞ്ഞ് ചോറ്റാനിക്കരയിൽ ഉദയാസ്തമയ പൂജ നടത്തി. അതൊന്നും ആരും ഗൗനിച്ചില്ല. പാർട്ടിക്കാർക്ക് വിശ്വാസം ഉണ്ടാകാൻ പാടില്ലെന്നേ ഉള്ളൂ. പാർട്ടിക്കാരുടെ മക്കൾക്ക് വിശ്വാസമാകാം. ഇവിടെ എറണാകുളത്ത് തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു ധീര സഖാവിൻ്റെ ഭാര്യ എല്ലാ വെള്ളിയാഴ്ചയും അഞ്ചുമന ക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കുകയാണ്. ഈ സഖാവിനാണെങ്കിൽ ഒരു ശത്രുവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അജാത ശത്രുവാണ്. ഇപ്പോഴും ആൾ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും ശത്രുക്കളില്ല, അന്ന് ശത്രുക്കളില്ല. പക്ഷേ ഭാര്യയ്ക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി എന്ന് മാത്രമേ. അപ്പോൾ ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. വീണയ്ക്ക് നാളെ തൊട്ട് വേണമെങ്കിൽ പഴവങ്ങാടി ഗണപതി കോവിലിൽ പോയിട്ട് നാളികേരങ്ങൾ ഉടയ്ക്കാം, ആരും ചോദിക്കില്ല. ആറ്റുകാലിൽ പോയിട്ട് പൊങ്കാലകൾ ഇടാം, അതിനും കുഴപ്പമില്ല. വെളുപ്പാങ്കാലത്ത് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്താം. അവിടെ സ്പെഷ്യലായിട്ട് ഒരു ക്യൂ ഇവർ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. അതിനൊന്നും ആർക്കും ഒരു തടസ്സമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇവരെന്തുകൊണ്ട് തഞ്ചാവൂർ പോയി എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. തഞ്ചാവൂരിന് വേറെ പ്രത്യേകതയുണ്ട്. അത് വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. ഹൊയ്സാല രാജാക്കന്മാർ പണിഞ്ഞതും പാണ്ഡ്യന്മാർ പണിഞ്ഞതും അതുപോലെ ചോളന്മാർ പണിഞ്ഞതും. രാജരാജ ചോളൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീരനായ ഒരു കഥാപാത്രമുണ്ടായിരുന്നു. പുള്ളിയുടെ ജീവിതത്തെ ആധാരമാക്കിയിട്ടാണ് പൊന്നിയിൽ ശെൽവൻ എന്ന് പറഞ്ഞ സമീപകാലത്ത് വന്ന സിനിമ. രാജരാജ ചോളൻ നേരത്തെ തന്നെ തമിഴിൽ സിനിമയായിട്ട് വന്നിട്ടാണ്. ശിവാജി ഗണേശനാണ് രാജരാജ ചോളനായിട്ട് അഭിനയിച്ചത്. ഈ രാജരാജ ചോളൻ്റെ കാലത്താണ് ബൃഹദേശ്വര ക്ഷേത്രം പണിയിച്ചത്. അത് വലിയൊരു ശില്പ വിസ്മയമാണ്. കരിങ്കല്ലിൽ കൊത്തിയ കവിത എന്നാണോ മഹാകാവ്യം എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. അത്രയും ഗംഭീരമായ ഒരു നിർമ്മിതിയാണ്. അവിടെ പോയത് ഒരുപക്ഷെ ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലക്കായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. അപ്പോഴൊരു പ്രശ്നമുണ്ട്. ആ വീണയുടെ നെറ്റിയിൽ കുങ്കുമം തൊടുന്നു. സാധാരണ കുങ്കുമം തൊടാത്ത വീണ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ നെറ്റിയിൽ കുങ്കുമം ചാർത്തി. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോയതാണ്, വഴിപാട് കഴിക്കാൻ പോയതാണ് എന്നാണ് ആളുകളുടെ ഊഹം. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. എന്തുകൊണ്ട് ബൃഹദേശ്വര ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അവിടെ ശനീശ്വരൻ്റെ വലിയൊരു പ്രതിഷ്ഠയുണ്ട്. ബൃഹദേശ്വരൻ പരമശിവനാണ്. ശനിയുടെ വലിയൊരു പ്രതിഷ്ഠയുണ്ട്. ശനിദോഷം തീരാനായിട്ട് ആളുകൾ ഈ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക പ്രസിദ്ധമാണ്.
ആരെങ്കിലും പറഞ്ഞ് കരുണാകരണിയെ അറിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ പോയെന്ന് എനിക്ക് തോന്നുന്നു. വീണയുടെ ജന്മദിനം 1983 ജനുവരി 13 SLC ബുക്കിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കർത്തവാവും പൂരാടവും ചേരുന്ന ദിവസമാണ്. വളരെ വിശേഷപ്പെട്ട ജാതകമാണ്. സംഗതി വശാൽ അഥവാ ജാതകവശാൽ അവർക്കിപ്പോൾ ശനിദശയാണ്. ഈ 27-ാം തീയതി അവരുടെ ദശാസന്ധി മാറി കണ്ടകശനിയായി എന്നുള്ളതാണ് ജ്യോതിഷം അറിയുന്ന ആളുകൾ പറഞ്ഞു. എനിക്കിതിനെ പറ്റുന്ന ഒരു പിടിയില്ല. കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചാൽ മതി. അല്ലെങ്കിൽ ജ്യോതിഷം അറിയാവുന്ന ആളുകൾ എനിക്ക് മാപ്പ് തരട്ടെ. അങ്ങനെ വീണ തൈക്കണ്ടിയുടെ ജാതകത്തിൽ ഇപ്പോൾ കണ്ടകശനിയാണ്. അതുകൊണ്ടാണ് ഈ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇവർക്ക് നോട്ടീസ് അയക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ശനിയുടെ ഒരു ശക്തമായ പിന്തുണ കിട്ടിയില്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ കമ്പി പിടിക്കും. മാത്രവുമല്ല, ഈ പാർട്ടി ദേശീയ സമ്മേളനം നടത്തി അവിടെ വെച്ച് സഖാവ് ബേബി എന്ന് പറഞ്ഞ പിണറായി സഖാവിന് തീരെ താല്പര്യമില്ലാത്ത ഒരാൾ പാർട്ടി ജനറൽ സെക്രട്ടറി. വീണയുടെ ജീവിത സഖാവായ മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ വരും എന്ന് നമ്മളൊക്കെ വിചാരിച്ചെങ്കിലും അതും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ രാഷ്ട്രീയമായിട്ട് തന്നെ അല്പം ഗ്രഹണ സമയമാണ്. ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് SFIOയുടെ പ്രോസിക്യൂഷൻ നടപടികൾ വരുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ ആവൽ ഘട്ടത്തിലാണല്ലോ എപ്പോഴും ദൈവത്തെ ഓർമ്മിക്കുക. അല്ലാത്തപ്പോൾ കുഴപ്പമില്ല. എല്ലാവർക്കും എല്ലാം തികഞ്ഞെങ്കിൽ ഭൂമിയിൽ അള്ളാനെ വിളിക്കാൻ ആളില്ല എന്നുള്ള രീതിയിൽ P. ഭാസ്കരൻ സഖാവ് പണ്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിൽ വളരെ ഐശ്വര്യമുണ്ട്. അച്ഛൻ മുഖ്യമന്ത്രി, ഭർത്താവ് മരാമത്ത് മന്ത്രിയുമായിട്ടിരിക്കും, ക്ലിഫ് ഹൗസിൽ സമാധാനമായിട്ട് താമസിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും എങ്കിലും ചന്ദ്രിക ലോകമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബൃഹദേശ്വരനെ ദർശനം നടത്തുന്നത്. അപ്പോഴാണ് ശനിയുടെ ക്വാവിലി വഴിപാട് കഴിക്കേണ്ടി വരുന്നത്. ഏതായാലും വീണയുടെ കണ്ടകശനി വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോട്ടെ എന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. ഇതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് തിരുവനന്തപുരത്തുള്ള എല്ലാ ക്വാവിലികളിലും കമലയിടത്തെയും വീണയും കാണാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.